ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ മുരിക്കുട്ടൻ വാൽക്കുറ്റി കൊണ്ടുള്ള സൂപ്പാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഊരവേദനക്കും ജോയിൻറ്റ് വേദനകൾക്കും ഏറ്റവും നല്ലതാണ് ഈ സൂപ്പ്. ഇനി ഇത് നല്ല കഴുകി വൃത്തിയാക്കി മാറ്റാം. ഇതിൽ ചേർത്തേണ്ട സാധനങ്ങൾ: 200 ഗ്രാം ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ജീരകം, കുരുമുളക്, കരിവേപ്പില, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കടുക്, ഉലുവ. മുളക് പൊടിച്ച് വെക്കുക, ചെറിയ ജീരകം വറുത്ത് പൊടിക്കുക, ഇഞ്ചി വെളുത്തുള്ളി, ഒരു 3 നെല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചും അത് ചതച്ച് വെക്കുക. വാൽക്കുറ്റി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചത്. കുരുമുളക് ആവശ്യത്തിന് പൊടിച്ചെടുക്കുക. കുരുമുളക് പൊടിച്ച് വെച്ചത്. ചെറിയ ജീരകം വറക്കുക. ജീരകം വറുത്ത് പൊടിച്ച് വെച്ചത് ചതയ്ക്കുക. വെളുത്തുള്ളി ചതച്ചത്. തയ്യാറാക്കുന്ന വിധം: ഇറച്ചി ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ടു, പിന്നെ കുരുമുളക് പൊടിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കടുക് അത് ചതയ്ക്കാതെ തന്നെ അങ്ങനെ അതിലേക്ക് ഇടുക. മഞ്ഞൾപ്പൊടി കുറച്ച്. നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തുന്നില്ല. ലാസ്റ്റ് കുടിക്കുന്ന ടൈമിൽ ആവശ്യമുള്ളവർക്ക് ചെറുതായിട്ട് ചേർക്കാം. ഇതിൽ 3 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തുന്നത്. ഇത് നല്ലോണം ഇളക്കി നല്ലോണം വേവിച്ചെടുക്കുക കുക്കറിലിട്ട്. ഏറ്റവും നല്ലത് കുക്കറിൽ നന്നായിട്ട് വേവിച്ച് എടുക്കലാണ് നല്ലത്. എന്നാലും അതിൻ്റെ സത്തുകളെല്ലാം നല്ലോണം പോരും. ടെസ്റ്റ് വിസലായിരിക്കും. ഇനി നമുക്ക് തുറന്ന് നോക്കാം. 5 എണ്ണം ഫുള്ളിലും 3 എണ്ണം. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളം ഇനി ഒന്ന് കുറച്ചും കൂടി കുറുക്കിയെടുക്കുക. ഇത് നല്ലോണം എല്ലുമെന്ന് ഇറച്ചിയൊക്കെ അങ്ങോട്ട് വേറിട്ട് വന്നിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് കുറുക്കിയെടുത്തിട്ട് എല്ലും ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. കുക്കറിൽ നിന്നും ഇത് അരിച്ച് മാറ്റി വെച്ചു. കഷ്ണങ്ങൾ വേറെയും സൂപ്പ് വേറെയാക്കി മാറ്റി. ഇനി സൂപ്പ് കുറുക്കിയെടുക്കണം. സൂപ്പിൽ നിന്ന് മാറ്റി വെച്ച കഷ്ണം ഇത് നമുക്കൊരു ഫ്രൈ ആക്കി എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, കരിവേപ്പില, ചെറിയ ജീരകത്തിൻ്റെ പൊടി, ചെറിയ ഉള്ളി ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞ ഉള്ളി അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഉള്ളി നല്ല മൂത്ത് ചുവപ്പ് കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് അതിലേക്കൊരു മഞ്ഞൾപ്പൊടി, ലേശം കുരുമുളക് പൊടി, ജീരകപ്പൊടി, കരിവേപ്പില. ഇനി നല്ല ഒന്ന് മൂത്തിട്ട് അതിലേക്ക് ഈ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കുക. നല്ലോണം ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കുക. കുറച്ച് നേരം ഇളക്കി മിക്സാക്കി എടുക്കുക. അതിലേക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മുടെ സൂപ്പിനെ നല്ലോണം കുറുക്കിയെടുക്കുന്നു. ഇതിലേക്ക് പച്ച മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്തത്. ജീരകം വറുത്ത് പൊടിച്ചതാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. സൂപ്പിനെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം.
വറുത്ത് പൊടിച്ച് വെച്ച ജീരകപ്പൊടി ലേശം ചേർക്കും. ഇത് സൂപ്പ് ഇതിലേക്ക് ഒഴിച്ച് നല്ല പാകമായിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട്. 3 കപ്പ് വെള്ളം വെച്ചിരുന്നു നമ്മൾ. അതിപ്പം കുറുകി വന്ന് 1 കപ്പായി മാറിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.